മോശയെ ദൈവമാണ് വളർത്തുന്നത്. അവൻ വിളിക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ റൈറ്റ് അലൈൻമെന്റിലേക്ക് വരാൻ 80 വർഷത്തോളം വേണ്ടി വന്നു. എന്താണ്? റൈറ്റായുള്ള കാര്യങ്ങളിലേക്ക് എത്തിവരാൻ 80 വർഷം അവന് വേണ്ടി വന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കും, കർത്താവേ 80 വർഷമൊക്കെ ഞാൻ കാത്തിരിക്കണം. ആ ഒരു മൈൻഡ് നിങ്ങൾ കൊണ്ടുപോകണ്ട. പക്ഷേ അതിനകത്തുള്ളൊരാശയം ഇതാണ്: ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുക. പിറുപിറുക്കുന്നവരാകരുത് നമ്മൾ. ദൈവത്തിൻ്റെ ടൈമിൽ ചിലത് വന്നാൽ അതിനപ്പുറത്തിന് വേറെ ഒന്നുമില്ല. മോശയെ ദൈവം 80 വർഷം എടുപ്പിച്ചു. ആദ്യത്തെ 40 കൊല്ലം ഇവൻ കൊട്ടാരത്തിൽ വളർന്നല്ലേ. പക്ഷെ അവിടെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ തീ കിടപ്പുണ്ട്. മോശയുടെ ഉള്ളിൽ എന്ത് തീയാ? തൻ്റെ ജനം കഷ്ടപ്പെടുക. ആരാ? ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായി കിടക്കുക. ഇതിനു വേണ്ടിയാണ് ദൈവം മോശയെ വിളിക്കുക. എന്തിനു വേണ്ടി? അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് മോശ എന്ന ഒരു മനുഷ്യനെ ദൈവം വളർത്തുന്നത്, എഴുന്നേൽപ്പിക്കുന്നത്. ആ കൊട്ടാരത്തിൽ തന്നെ വളർത്തി 40 കൊല്ലം. മോശയ്ക്ക് മോശയുടെ വിളിയൊക്കെ അറിയാം. പക്ഷേ ആളിനൊരു ആവേശം വന്നു, അല്ലേ? ആവേശം അല്ല അഭിഷേകം. മോശയ്ക്കൊരു ആവേശം പറ്റി. എന്തെന്നറിയാമോ? ഒരു ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ മോശ കയറി ഇടപെട്ടു. പുള്ളിക്കൊരു പ്രശ്നമുണ്ട്, എന്തോ മുൻകോപം. ഒരൊറ്റ അടിക്ക് ആള് തീർന്നു. ഇതല്ല ദൈവത്തിൻ്റെ റൂട്ട്. ഇതല്ല ദൈവത്തിന്. ആവേശത്തിൽ നമ്മൾ ചെയ്ത് കളയുന്നതല്ല ദൈവത്തിൻ്റെ വഴി. ആമേൻ. അഭിഷേകത്തിൽ നമ്മൾ ചെയ്യുന്നതാ. ആമേൻ. കൃത്യമായ അഭിഷേകത്തിലേക്ക് എത്താൻ നമ്മളിൽ ചിലത് പൊട്ടി മാറിയാലേ കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്താൻ. ഈ മുൻകോപം കൊണ്ട് നിനക്ക് ഇത്രയും ലക്ഷം ആൾക്കാരെ നയിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. നിന്നെ എന്തിനാ വിളിച്ചത്? 1-2 പേരെ നയിക്കാനല്ലടാ. നിന്റെ പുറകിൽ ഒരു കൂട്ടം ഇറങ്ങി വരാനുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉതകുന്ന രീതിയിൽ നീ ആയി തീരണം. ആമേൻ. അതുകൊണ്ട് മോശയ്ക്ക് എന്താ പറ്റുന്നറിയാമോ? മോശയ്ക്ക് ചെറിയൊരു അടിമത്തം കിട്ടി അമ്മായിപ്പൻ്റെ വീട്ടിൽ. അവിടെ കിടന്ന് ചൂപ്പാട് വന്ന ആള്. ക്ഷമയുടെ പല മേഖലയ്ക്കകത്തൂടെ ഇവനെ കയറ്റി വിട്ടു. ദൈവജനത്തെ നയിക്കാൻ നമുക്ക് വേണ്ടത് ആവേശമല്ല, അഭിഷേകമാണ്.